ഇതൊരു പഴയൊരു വർക്കാണ് കേട്ടോ. ഏകദേശം ഒരു 10-30 വർഷം പഴക്കമുള്ളൊരു വീടാണ്. ഞാൻ ഇന്നൊരു ചോദ്യം ചോദിക്കുന്നത്, എത്ര വർഷം കൂടുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു പുതിയ വീട് വയർ ചെയ്ത് കഴിഞ്ഞാൽ റീവർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും അറിയാം, ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻ പണി മാത്രമല്ല, ഒരു വീടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കും ഒരു ഇലക്ട്രീഷ്യൻ അറിയേണ്ടതാണ്. കാരണം എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാൻ പറ്റും, എല്ലാ പണിയും ചെയ്യേണ്ട ഒരു അവസ്ഥകൾ വരാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ പുട്ടിയിട്ടിട്ട് ആദ്യം നമ്മൾ ഈ വെട്ടിപ്പൊളിച്ച ഭാഗം കംപ്ലീറ്റ് തേച്ച് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് കംപ്ലീറ്റ് പുട്ടിയിട്ട് ഉരച്ചു കൊടുക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് താമസിക്കുന്ന വീടാണ്, എല്ലാ വീട്ടിലും നമ്മളിങ്ങനെ ചെയ്യാറില്ല കേട്ടോ. താമസമുള്ള വീടായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇത് ഫുള്ളി തുടച്ച് അല്ലെ പുട്ടിയിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ തേച്ച ഭാഗമൊക്കെ അവിടെ കാണുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പുട്ടിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്ലോഗർ വെച്ചിട്ട് നമ്മൾ പൊടി എടുക്കുന്നത്. അതൊക്കെ ഇതേപോലെ പുട്ടിയൊക്കെ നമ്മൾ പൊടി എടുക്കാനൊക്കെ ഒന്നുകൂടി യൂസ്ഫുൾ ആയിട്ടോ. അപ്പോൾ ഇന്നലെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ പരിഹരിച്ചിട്ട് നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ എന്തായാലും അത് വീഡിയോ ചെയ്യുന്നതാണ്. നമ്മൾ എന്തായാലും ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാനുള്ള ഉദ്ദേശമാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് പുറത്തേക്ക് എടുക്കുന്ന പൊടിയാണ് നിങ്ങൾ കാണുന്നത്. ഒരു വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ മൊത്തം പൊടിയൊക്കെ ഉള്ളിലേക്ക് വരും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് പുറത്തേക്ക് വിടാൻ പാടില്ല. ഇതിപ്പോൾ ഒഴിഞ്ഞ പറമ്പായതുകൊണ്ടാണ് വിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ നിങ്ങൾക്ക് ഒരുപാട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് വിടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ പുട്ടിയൊക്കെ ഇട്ട് ഫിനിഷ് ചെയ്ത് ഉരച്ചു കൊടുത്ത് എല്ലാ കംപ്ലീറ്റ് സ്വിച്ച് ബോർഡ് ഒരു റൂമത്തെ ചെയ്തിട്ടോ. ഒരു റൂമത്തെ ചെയ്യാൻ നമുക്ക് ഇവിടെ വന്ന സമയം എന്ന് പറഞ്ഞാൽ 2 ദിവസമാണ് കേട്ടോ. ടോട്ടലി വയറിങ്ങും അതേപോലെ ഇതിൻ്റെ ഉള്ളത്തെ കുത്തിപ്പൊളി തേപ്പും പുട്ടി ഉരക്കലും അതേപോലെ ഇതൊക്കെ ക്ലീൻ ചെയ്യണം. ഇത് മൊത്തത്തിൽ ഇവർക്ക് താമസിക്കുന്ന റൂമായതുകൊണ്ട് നമ്മൾ എല്ലാ റൂമും ഓരോരോ റൂമും പാർട്ടായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് അവിടുന്ന് പോരുന്നത് കേട്ടോ. ഇതെല്ലാം താമസിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നമുക്ക് ഓരോ ഭാഗത്ത് ചെയ്തിട്ട് അത് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ DBയും കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇനി ഇവിടെ DB 3 ഫേസ് ആക്കണം, കണക്ഷൻ ലോഡ് കാര്യങ്ങളൊക്കെ മാറ്റണം. കാരണം 3 AC 4 വാട്ടർ ഹീറ്ററൊക്കെ വരുന്നൊരു വീടാണ്. അപ്പോൾ സിംഗിൾ ഫേസ് കണക്ഷനാണ്. അപ്പോൾ 3 ഫേസിലേക്ക് കൺവേർട്ടും കൂടി ചെയ്യണം കേട്ടോ. എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാം.